CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. NDA വിജയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഗുരുവായൂരിനെ വാരണാസി പോലെയാക്കുന്ന വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ പൊന്നരാശ്ശേരി വീട്ടിൽ സുരേഷ് മകൾ ശ്രീധുവിനെയാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത്. ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനമാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കാണിച്ച് യുവതിയുടെ പിതാവ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. വ്യാജ രശീതി തയ്യാറാക്കി നികുതി തട്ടിപ്പ് നടത്തിയ ജനസേവന കേന്ദ്രം ഉടമയ്ക്കെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേച്ചേരിയിലെ സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രം ഉടമ ബിബിൻ സാവിക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. കടവല്ലൂർ പഞ്ചായത്തിൽ 30ഓളം പേർ CPM-ഉം കോൺഗ്രസും വിട്ട് BDJS-ൽ ചേർന്നു. ഇവരെ അംഗത്വ വിതരണം നടത്തി സ്വീകരിച്ചു. കൊടകര മണ്ഡലത്തിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥിലൂടെ സാധ്യമാക്കിയ സമ്പൂർണ്ണ വികസന പദ്ധതികൾ നവമണലൂരിലൂടെ മണലൂർ നിയോജക മണ്ഡലത്തിലും സാധ്യമാക്കുമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. മണലൂരിലെ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച ജനകീയ വികസന സംഗമത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എറണാകുളം ബസാറിൽ പര്യടനം നടത്തി. കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് ഉപജീവനത്തിനായി എറണാകുളത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും തൊഴിലാളികളെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. PR വർക്കിലൂടെ ഇല്ലാത്ത നേട്ടങ്ങൾ പെരുപ്പിച്ചു കാണിച്ച് കോടികൾ ധൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കിയ ഇടതുമുന്നണിയെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. UDF ഗുരുവായൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കടവല്ലൂർ മണ്ഡലം UDF കൺവെൻഷൻ കൊരട്ടിക്കര കിൻസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടത്തി. മലപ്പുറം UDF കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ 10ാം വാർഡിൽ ഉൾപ്പെട്ട പാറേമ്പാടം മേഖലയിൽ വ്യാപകമായി തീപിടുത്തം. കൊയ്ത്തു കഴിഞ്ഞ ഏകദേശം 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ പുല്ലിനും അടിക്കാടിനുമാണ് തീപിടിച്ചത്. കുന്നംകുളം അഗ്നിശമന സേന സ്ഥലത്തെത്തി ഏറെ പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. 2 പോക്സോ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ 10 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. ചാവക്കാട് തിരുവത്ര 70 വയസ്സുള്ള മൊയ്തു റമദാനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. ചെമ്മന്തിട്ട ശ്രീമഹാദേവ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു. മണലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ കേച്ചേരി മേഖലയിൽ പ്രചരണം നടത്തി. പെരുമൺ കാർത്തിയായനി ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന 25ാമത് ഉക്കുറു മാസ്റ്റർ ബാസ്കറ്റ്ബോൾ ഫൗണ്ടേഷൻ സമ്മർ ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1 തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 2-ാം തീയതി വരെ കുന്നംകുളം YMCA-യിലാണ് ക്യാമ്പ്. ആദൂർ മഹാത്മാ സ്കൂൾ വാർഷികത്തിന് നാട്ടുകാരുടെ നാടകമൊരുങ്ങുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നാടകത്തിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങളാണ് തുറന്നുകാട്ടുന്നത്. തൊഴിയൂർ CMUP സ്കൂളിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറമണി സ്കൂളങ്കണത്തിൽ നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.